പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ഒരു എരിശ്ശേരിയാണ് കേട്ടോ. ഇതിൽ കാച്ചിൽ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ, വേറെ ഒരുപാട് കഷ്ണങ്ങളൊന്നും തന്നെ എടുത്തിട്ടില്ല. ഈ ഒരു എരിശ്ശേരി തന്നെ നമുക്ക് കഞ്ഞി കുടിക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. ചോറിനേക്കാളും കഞ്ഞിക്കാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ മൊത്തവും ഇട്ട് കൊടുക്കുവാണേ. ഒരു 3 പേർക്ക് കഴിക്കാൻ പറ്റത്തക്ക രീതിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കളറിന് വേണ്ടിയിട്ട് മാത്രം വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വളരെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പിരിയൻ മുളകിൻ്റെ പൊടിയല്ല, സാധാരണ എരിവുള്ള മുളക് പൊടി ഉണ്ടല്ലോ അതാണ്. ഇനി ഒരു തുള്ളി വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ആ ഒരു ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറിവേപ്പിലയും ഉപ്പും എല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് വരണം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 4 വിസിൽ അടുപ്പിച്ച് കൊടുത്താൽ മതി. ഓരോരുത്തരുടെയും കുക്കർ ഓരോ തരത്തിലാണ് ചൂടും അതുപോലെ തന്നെ ആ ഒരു പെട്ടെന്ന് വെന്ത് കിട്ടുന്നതും. അപ്പം ഞാനിവിടെ ഒരു 4 എണ്ണമൊക്കെ അടുപ്പിച്ചായിരുന്നു കേട്ടോ. ഇനി കുക്കർ നന്നായിട്ട് തണുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് കഴുന്ന ഭാഗമുണ്ട്, അത് അരയ്ക്കാനായിട്ട് എടുത്തേക്കുവാണ്. ബാക്കി തേങ്ങ വറുത്ത് ഇടാനായിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു കഴുന്നതിൻ്റെ നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ വലിയ പാടായിരിക്കും. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൻ്റെയും പകുതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വളരെ കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഉണ്ടല്ലോ, എരിവുള്ള മുളക് പൊടി, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 4-5 അല്ലി വെളുത്തുള്ളി കഴുകിയതിന് ശേഷം തൊലിയോടുകൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുഴുവൻ ജീരകമാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ ജീരകമൊക്കെ ഇതുപോലെ പൊടിച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ കറികളൊക്കെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നല്ല വടുകര നമ്മൾ മോര് കാച്ചിയതിനൊക്കെ അരയ്ക്കത്തില്ലേ, അതുപോലെ തന്നെ നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കണം. ഇതുപോലെ നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുക്കർ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ ആ ഒരു ചൂടും ആവിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തുറന്ന് നോക്കിയപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. കാച്ചിലൊക്കെ ആകുമ്പോൾ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. കാച്ചിലായാലും ചേമ്പായാലും ഒക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ ഒരു എരിശ്ശേരിക്ക് നമ്മൾ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. ഇത് മാത്രമായിട്ട് എരിശ്ശേരി വയ്ക്കാൻ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പയർ വർഗ്ഗങ്ങളോ കടല വർഗ്ഗങ്ങൾ അങ്ങനത്തെ സാധനങ്ങളും ഒന്നും ഇതിൽ ചേർക്കണ്ട. ഒരു കഷ്ണം കാച്ചിലുണ്ടെങ്കിൽ ഇച്ചിരി കഞ്ഞി കുടിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. ഇപ്പം മഴയൊക്കെ ഉള്ള സമയത്തും അതുപോലെ നമുക്ക് പനിയൊക്കെ ഉള്ള സമയത്തൊക്കെ ഇതേപോലെ കഞ്ഞി ഉണ്ടാക്കുമ്പം കുടിക്കാനായിട്ട് നല്ലൊരു സൈഡ് ഡിഷാണ്. കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിപ്പിച്ച് നേർപ്പിച്ചെടുക്കാം. നമ്മൾ എത്ര തന്നെ നേർപ്പിച്ചാലും കഴിക്കാൻ നേരത്തെ ഇത് നല്ല കട്ടിയായിട്ടിരിക്കും, കാരണം കാച്ചിലായതുകൊണ്ട് പെട്ടെന്ന് കട്ടിയാവേ. അപ്പോൾ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതൊക്കെ നമുക്കൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. തവിയുടെ ആ ഒരു ചുവട് ഭാഗമല്ല, തവി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഉപ്പ് കുറവായിരുന്നുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ബെല്ലൈക്കണം സബ്സ്ക്രൈബ് ബട്ടണൊക്കെ പ്രസ് ചെയ്തിട്ട് ഓളുന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒരു തിളയ്ക്കുന്നൊരു പത വരുമ്പോഴത്തേക്ക് നമുക്കത് മാറ്റി വെച്ചതിന് ശേഷം ഒരു കുഞ്ഞ് കൈച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തിരുമിയ തേങ്ങ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം ഞാനിപ്പം തന്നെ വറ്റൽമുളകും കറിവേപ്പിലയൊന്നും ചേർക്കാത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ അങ്ങ് മാറിപ്പോവും, അതുകൊണ്ടാണ്. അപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാണാനും കുറച്ചൊരു ഭംഗി കാണും. ഭയങ്കരമായിട്ടൊരു ഡാർക്ക് കളറിലാവത്തില്ല, അതുകൊണ്ടാണ്. ഇനി ഒരു വറ്റൽമുളക് 3ആയിട്ട് മുറിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാമേ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു എരിശ്ശേരി എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ വളരെ നാടനായിട്ടുള്ള ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കഴിക്കാനും ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ നമ്മൾ ആ കടുക് താളിച്ചത് തേങ്ങയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ അതിന് മുകളിലേക്ക് അങ്ങ്
ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഉഴുന്നുപരിപ്പിട്ട് താളിച്ചാലും നല്ലൊരു ടേസ്റ്റാണ്. ഈ ഒരു എരിശ്ശേരിക്ക് നമ്മൾ കുരുമുളകും ഒന്നും തന്നെ ചേർക്കത്തില്ല. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. 2-3 മിനിറ്റ് അടച്ചതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് നമ്മൾ തവി കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ആ ഒരു തേങ്ങ മൂപ്പിച്ചതിൻ്റെയൊക്കെ മണം കറക്റ്റായിട്ട് അതിനകത്ത് തന്നെ നമുക്ക് കിട്ടും. ഈ ഒരു സമയത്ത് നല്ലൊരു മണവും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.